അല്ല, പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ എക്സാലോജിക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയും നിലനിൽക്കുന്നില്ല. ഇ പി ജയരാജനും അതുപോലെ തന്നെ എം വി ഗോവിന്ദ മാഷും CPIM-ന്റെ തലമുതിർ നേതാക്കൾ എന്നുള്ള നിലയിൽ അവർ പറഞ്ഞ പ്രസ്താവന സ്വാഭാവികമായിട്ടും അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. കേരള സമൂഹം ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വീണ വിജയനാണെങ്കിലും ആ സ്ഥാനത്ത് മറ്റൊരു പുരുഷനാണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ ബിസിനസ് സ്ഥാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ അവർ പാലിച്ചിരിക്കണം. നികുതിയുടെ കാര്യത്തിൽ, നികുതി അടവിൻ്റെ കാര്യത്തിൽ, മറ്റ് കാര്യങ്ങളിലെല്ലാം അത് പാലിച്ചിരിക്കണം. അത് ആൺകുട്ടികൾക്കത് പെൺകുട്ടികൾക്ക് പ്രത്യേക ഇളവുകളൊന്നുമില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർ പഠിച്ചത് വെച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് സ്വയം ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം വന്നു. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ജോലി ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇതിലേക്ക് ഈ പ്രശ്നത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി ഉണ്ടാവുക. എന്നിട്ട് ചിലർ ചോദിക്കുക, നിർദോഷമായൊരു ചോദ്യമാണ്, മുഖ്യമന്ത്രിക്ക് വല്ല കാര്യമുണ്ടോ, ആ മകളെ വീട്ടിലിരുത്തിയാൽ പോരെ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർക്കതിനുള്ള അവകാശമില്ല. അതാണ് ജയരാജൻ ചോദിച്ചത്. വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെയും ചേർത്തുകൊണ്ട് കുറേ നാളുകളായി ഓരോരോ ഇഷ്യൂ, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആയതുകൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം, ദേശീയ പ്രശസ്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പൊട്ടക്കണ്ണം മാവുമ്പോൾ എറിയുന്ന പോലെ ഒരു ഏറെ എറിച്ചിയാലും വല്ലതുമൊക്കെ വീഴുമോ എന്നുള്ളത് നോക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പൊള്ളയാണെന്ന് കോടതി പോലും പലപ്പോഴും കാണിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇതുവരെ ഈ പ്രശ്നം ഉയർന്നിട്ട് ഹൈക്കോടതിയോ അതുപോലെ മൂവാറ്റുപുഴ കോടതി തള്ളിയ കേസാണ്. വീണ്ടും അപ്പീൽ പോയിട്ട് കോടതി ഒരു നോട്ടീസ് പോലും ഇതുവരെ വീണ വിജയനോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കോ ഒന്നും അയച്ചിട്ടില്ല. ആകെ കണ്ടതിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. 3 ഏജൻസികളെ ചുമതലപ്പെടുത്തിയതിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു അന്വേഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണിപ്പോൾ പുതിയതായിട്ട് വീണ്ടും ഇതൊക്കെ തേഞ്ഞുമാഞ്ഞു പോയതാ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു പ്രധാനപ്പെട്ട അവസരമായിട്ടുണ്ടായത്. അത് അന്വേഷണം വരട്ടെ. സ്വാഭാവികമായിട്ടും അവർ കമ്പനി നടത്തുന്നു എക്സ്ട്രാ ലോജിക് എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ റിപ്പോർട്ടർ ആശങ്കപ്പെടുന്ന പോലെ ലോജിക്കായിട്ടുള്ള ഞങ്ങളുടെ വിവാദങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടും എന്നൊന്നും ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഊഹം കാണേണ്ട കാര്യമില്ല. അതൊക്കെ നിയമാനുസൃതമായി അവർ ചെയ്യട്ടെ. വിഷയം എന്താ വെച്ചാൽ 1.72 എന്നുള്ളത് കള്ളപ്പണമാണോ അത് മാസപ്പടിയാണോ എന്നുള്ളതാണ് വലിയ പ്രശ്നം. ആ വിവാദത്തെ സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ആ വിവാദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക്, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് ഈ വിവാദം മാറുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമോ? വീണ വിജയനു വേണ്ടി ഇതാ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന വാദമുഖം കൊണ്ട് വീണ വിജയനെ ശുദ്ധീകരിക്കാൻ കഴിയുമോ? ഈ പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. അത് സമൂഹത്തിൻ്റെ ആശങ്കയാണ്. ആ ആശങ്കയെക്കുറിച്ചാണ് താങ്കളോട് അഭിപ്രായം അല്ല, ഉണ്ണി ബാലകൃഷ്ണൻ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് വളരെ കറക്റ്റാണ്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം വിവാദങ്ങളായി ആളി കത്തിക്കാൻ കഴിയും. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിനകത്ത് വിവാദമാകുന്നുണ്ട്. വസ്തുതാപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ ആളി കത്തിക്കാൻ കഴിയും. പക്ഷേ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇത് അവസാനിക്കുമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ, നിയമവശങ്ങളെല്ലാം പരിശോധിച്ചാൽ, ടാക്സ് അടച്ചിട്ടുണ്ടോ, GST അടച്ചിട്ടുണ്ടോ? GST അടച്ചിട്ടുണ്ട്. അതാര് പറയുന്നു? GST കമ്മീഷൻ പറയുന്നു. അത് മുഖ്യമന്ത്രിയോ പിണറായി വിജയൻ പറഞ്ഞാൽ ശരിയാവില്ല. അത് ധനകാര്യമന്ത്രി കമ്മീഷനോട് വിശദാംശം ചോദിച്ചിട്ട് വിശദീകരണം ചോദിച്ചിട്ട് ആ വിശദീകരണത്തിൻ്റെ മറുപടി വന്നത് സംബന്ധിച്ച് ധനകാര്യമന്ത്രി പറഞ്ഞതാണ്. അതേപോലെ മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് അദ്ദേഹം നേരിട്ടല്ല കൊടുത്ത്, ബിനാമി വഴി കൊടുത്തിട്ട് പകരക്കാരൻ വഴി കൊടുത്തിട്ടുള്ള കേസ് തള്ളി. ഞാൻ അതെല്ലാം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പിന്നെയും ഇത് വേണമെങ്കിൽ ഇങ്ങനെ വിവാദമായിട്ട് ഇങ്ങനെ കത്തിക്കാം. സ്വർണ്ണക്കള്ളക്കടത്ത് എത്രയോ കാലമായി വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നു. ലാവ്ലിൻ കേസ് എത്ര കാലമായിട്ട് വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നു. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ എന്നുള്ള നിലയിൽ കേവലമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലൊരു അസ്തിത്വം മാത്രമല്ലല്ലോ. അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ അസ്തിത്വമുണ്ട്, അദ്ദേഹം കുടുംബമുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ സുതാര്യമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ അന്വേഷിക്കും, നോക്കും എന്നുള്ള കാര്യത്തിൽ ശരിയാണ്. KN ഗോപിനാഥിൻ്റെ പോലെയോ അല്ലെങ്കിൽ നാട്ടിലെ ഒരു സാധാരണക്കാരനായ ഒരു ഗോപാലൻ, അയാളുടെ പ്രശ്നം പോലെയല്ല ഇത്. മുഖ്യമന്ത്രിയുടെയാണ്, കേരള മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ സഭ്യതയും സൂക്ഷ്മതയും എല്ലാം പാലിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അവരെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുപോലെ CMRL എന്ന് പറയുന്ന കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്.
ആ ലിസ്റ്റഡ് കമ്പനിക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാലൻസ് ഷീറ്റ്, അതുപോലെ അതിൻ്റെ കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതനുസരിച്ചേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. You are watching Reporter Evening Show.